സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ഇന്ന് ഗുരുപൂർണിമ ബുധനാഴ്ചയാണ്. നമ്മുടെ വിഷയവും മാസ്റ്റർ മഹാശയൻ ബുധനാഴ്ചയാണ് ഇന്നത്തെ ഭാഗം. 1883 ഡിസംബർ 26 ബുധനാഴ്ച. അപ്പോൾ ഒരേ ദിവസം തന്നെയാണ് അന്നും ഇന്നും. ഒരേ ആഴ്ച എന്ന് പറയാം, ദിവസം എന്ന് പറയാൻ പറ്റില്ല. മറ്റേ ഡിസംബർ 26, ക്രിസ്മസ് കഴിഞ്ഞ് അടുത്ത ദിവസം. അപ്പം അവധിക്കാലം തുടരുകയാണ്. അവധിക്കാലത്തിൽ മാസ്റ്റർ മഹാശയൻ ഭഗവാന്റെ കൂടെ 13ാമത്തെ ദിവസമായി. അപ്പോൾ ഇന്ന് പ്രധാന വിഷയം ഭഗവാൻ കാക്കൂർഗാച്ചിയിലേക്ക് രാമചന്ദ്ര ദത്തയുടെ അദ്ദേഹം വാങ്ങിയ പുതിയ എസ്റ്റേറ്റ്, ആ പുതിയ വലിയ ഒരു ഗാർഡൻ ഹൗസ് അദ്ദേഹം മേടിച്ചു കാക്കൂർഗാച്ചിയിൽ. അപ്പോൾ ആ കാക്കൂർഗാച്ചിയിലെ ആ പുതിയ സ്ഥലം കാണാനായിട്ട് ഭഗവാനെ ക്ഷണിച്ചതാണ്. അപ്പം അതുകൊണ്ടാണ് ശ്രീരാമകൃഷ്ണദേവനും ഇന്നിപ്പോൾ ഭഗവാന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? ശ്രീരാമകൃഷ്ണദേവൻ ഇന്ന് രാമചന്ദ്രൻ്റെ പുതിയ ഉദ്യാനം കാണാൻ പോകുന്നു. അപ്പോൾ വണ്ടിയിൽ മണിലാൽ മല്ലികനുണ്ട്, മാസ്റ്ററുമുണ്ട്, പിന്നെ വേറെ 1-2 ഭക്തന്മാരും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മണിലാൽ മല്ലികനുണ്ട് കൂട്ടത്തിൽ. മണിലാൽ മല്ലികനെ നമുക്കറിയാം, അദ്ദേഹം ബ്രഹ്മസമാജത്തിൻ്റെ നേതാവാണ്. സിന്ദൂര്യാപ്പടിയിലാണ്, കൽക്കട്ടയിൽ സിന്ദൂര്യാപ്പടിയിൽ താമസിക്കുകയാണ്. ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം, അദ്ദേഹത്തിൻ്റെ ആ ബ്രഹ്മസമാജത്തിൻ്റെ വാർഷിക യോഗങ്ങൾ നടക്കുന്നത് ഈ സിന്ദൂര്യാപ്പടിയിൽ മണിമല്ലികൻ്റെ വീട്ടിലാണ്. ഈ മണിമല്ലികൻ്റെ വീട്ടിൽ വെച്ചാണ് നടന്ന ഒരു വാർഷിക യോഗത്തിലാണ് നമ്മുടെ ശാരദാനന്ദ സ്വാമികളൊക്കെ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ലീലാമൃതത്തിൽ അത് ഭംഗിയായിട്ട് ആ ഭാഗം വിവരിക്കുന്നുണ്ട്. ആ ദിവസം ഭഗവാനെ കാണാനായിട്ട് ചെന്നപ്പോൾ ഭഗവാൻ സിന്ദൂര്യാപ്പടിയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് നിങ്ങൾ അവിടെ വരൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ട്, അവിടെ വന്നാൽ ഞങ്ങൾക്ക് അവിടെ അകത്ത് കയറാൻ പറ്റുമോ, ഞങ്ങളെ പരിചയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ഈ കുട്ടികൾ, ഈ സ്റ്റുഡൻസ് അവിടെ ചെല്ലുന്നുണ്ട് സിന്ദൂര്യാപ്പടിയിൽ. അപ്പം അങ്ങനെ അതിൻ്റെ ആ ഹൗസ് ഓണറാണ് മണിമല്ലികൻ. ആ മണിമല്ലികൻ ഇവിടെ കൂട്ടത്തിലുണ്ട്. അപ്പം മണിമല്ലികനെയും കൂട്ടിയാണ് രാമചന്ദ്ര ദത്തയുടെ കാക്കൂർഗാച്ചിയിലേക്ക് ഭഗവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം, 26-ാം തീയതിയിലത്തെ ഈ ദിവസം എന്താണ് പ്രത്യേകതയായിട്ട് മാസ്റ്റർക്ക് മനസ്സിലാക്കാനുള്ളത്? മാസ്റ്ററുടെ സാധനാകാലത്തിൽ ഈ 13-ാം ദിവസം മാസ്റ്റർ എന്താണ് മനസ്സിലാക്കുന്നത്? അത് ആദ്യം മനസ്സിലാക്കേണ്ടത് രാമചന്ദ്ര ദത്തയെക്കുറിച്ച് തന്നെയാണ്. കാര്യം ഈ രാമചന്ദ്ര ദത്ത കാക്കൂർഗാച്ചിയിലെ യഥാർത്ഥത്തിൽ രാമചന്ദ്ര ദത്തയുടെ വീട് കൽക്കത്ത നഗരത്തിന് മധ്യത്തിലുള്ള സിമൂലിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. സിമൂലിയ. അപ്പോൾ അവിടെയാണ് ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്നത്. രാമചന്ദ്ര ദത്ത, നമ്മൾ ഈ ഒരാളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നമ്മൾ മനനം ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇപ്പം നമുക്ക് രാമചന്ദ്ര ദത്തയെ എല്ലാവർക്കും അറിയാം, ആരാണ് രാമചന്ദ്ര ദത്ത എന്നൊക്കെ അറിയാം. എങ്കിലും ഓരോ തവണയും രാമചന്ദ്ര ദത്ത അങ്ങനെ ഒരു വലിയ ഗൃഹസ്ഥ ഭക്തനെ നമ്മൾ സ്മരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ഗുരുപൂർണിമ ദിവസത്തിൽ, ഭഗവാന്റെ ഈ ഗുരുപൂർണിമ ദിവസത്തിൽ രാമചന്ദ്ര ദത്തയെ സ്മരിക്കാൻ അവസരമുണ്ടായി എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം.
കാരണം ഭഗവാനെ ആദ്യമായിട്ട് ഈശ്വരനാണ് എന്ന സങ്കല്പത്തിൽ ക്ഷേത്രം നിർമ്മിച്ച ആളാണ്. ശ്രീരാമകൃഷ്ണദേവന് വേണ്ടി ആദ്യത്തെ ക്ഷേത്രം കാക്കുർഗാച്ചി. അപ്പം അത്രമേൽ ഇത് അവതാരമാണ്. ആ ഭാഗങ്ങൾ ഇതിനകത്ത് രാമചന്ദ്ര ദത്തയുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്കതിപ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് രാമചന്ദ്രദത്ത ഭഗവാനെ ഒരു അവതാരമായി കണ്ടത്, എന്തുകൊണ്ട് കണ്ടു എന്നുള്ളത്. അതൊക്കെ ഈ ഭാഗത്ത് മനനം ചെയ്യേണ്ട ഒരു ഭാഗമാണ്. കാരണം രാമചന്ദ്രദത്തയുടെ വീട്ടിലേക്ക് ആ കാക്കൂർഗാച്ചിയിലെ അവിടെ ചെല്ലുമ്പോൾ അത് തന്നെ ഇന്ന് ശ്രീരാമകൃഷ്ണ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹത്തരമായൊരു തീർത്ഥാടന കേന്ദ്രം. കാരണം ആ രാമചന്ദ്രദത്തയുടെ അവസാനത്തെ ഒരു വാചകം തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനത്തിൽ അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലങ്ങൾ, അവസാന കാലത്ത് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷമുള്ള അത് കഴിഞ്ഞിട്ടൊക്കെ ഈ രാമചന്ദ്രദത്തയുടെ ജീവിതാവസാനം വരെയുള്ള കാലഘട്ടത്തിൽ കൽക്കട്ടയിലെ പ്രമുഖമായ തിയേറ്റർ എന്ന് പറഞ്ഞാൽ വലിയ ഹാള്, ആ തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് പ്രഭാഷണം നടത്താൻ ഉപയോഗിക്കുകയായിരുന്നു രാമചന്ദ്രദത്ത. അങ്ങനെ ഏകദേശം 30-40 പ്രഭാഷണങ്ങളാണ് കൽക്കട്ട നഗരത്തിലെ വലിയ വലിയ തിയേറ്ററുകൾ കേന്ദ്രീകരിച്ച് രാമചന്ദ്രദത്ത നടത്തിയത്. അതിന് രാമചന്ദ്രദത്തയെ സഹായിച്ചത് ഗിരീഷ് ചന്ദ്ര ഘോഷാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷിന് തിയേറ്റർ ആ സംഭവം ഉള്ളതുണ്ട്. നാടകമായിട്ടൊക്കെ നഗരത്തിലെ ഒരു പ്രമുഖ ആയതുകൊണ്ട് ഗിരീഷ് ചന്ദ്ര ഘോഷാണ് രാമചന്ദ്രദത്തെ ഈ കാര്യങ്ങൾക്ക് സഹായിക്കുന്നത്. അങ്ങനെ ഭഗവാനെക്കുറിച്ച് സുദീർഘമായ പ്രഭാഷണങ്ങൾ, അത്രയും പ്രഭാഷണമൊന്നും ആരും അതിനു മുമ്പോ പിമ്പോ നടത്തിയിട്ടില്ല. അത്രയും ഗംഭീര പ്രഭാഷണങ്ങൾ. കാരണം സാക്ഷാൽ ജഗദീശ്വരനാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ രാമചന്ദ്രദത്ത ആ പ്രഭാഷണങ്ങളിലൂടെ സമൂഹത്തെ ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അതൊരു വലിയൊരു കൽക്കത്ത നഗരത്തിൻ്റെ ആധ്യാത്മിക മേഖലയിൽ അതുണ്ടാക്കിയ ചലനങ്ങൾ ചില്ലറയൊന്നുമല്ല. ഒരുപക്ഷെ രാമചന്ദ്രദത്ത അതിനാൽ നിയോഗിക്കപ്പെടേണ്ട ആളും കൂടിയാണ്, പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ആദ്യമായി ഭഗവാന്റെ അടുത്ത് വന്നയാൾ, ആദ്യമായിട്ട് വന്ന ഒരു ഗൃഹസ്ഥ ഭക്തൻ ഭഗവാന്റെ അടുത്ത്. അത് ഈശ്വരാന്മുഖമായ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്നൊരു കാലമാണ്. അങ്ങനെ വന്ന ആളാണ് ആദ്യമായിട്ട്. ആൾ ചില്ലറക്കാരനുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണൽ മഹിമ എന്തെന്ന് വെച്ചാൽ, ഈ ഇംഗ്ലണ്ടിലെ കെമിസ്റ്റ് അസോസിയേഷൻ മെമ്പർഷിപ്പ് കൊടുത്ത ആളാണ്. അന്ന കാലത്ത് ഇംഗ്ലണ്ടിലെ കെമിസ്റ്റ് അസോസിയേഷൻ അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തതാണ്. അതുമല്ല, ഗവൺമെൻറ് കെമിക്കൽ എക്സാമിനറായിരുന്നു. അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കെമിക്കൽ എക്സാമിനറായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു. കൽക്കട്ട മെഡിക്കൽ കോളേജിലെ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആളാണ്. ഈ ഒരു സബ്ജക്റ്റിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ആളാണ്. അപ്പം ആ കാലത്ത് അത്രയും പ്രഗത്ഭനായ ഒരാളാണിത്. ആ ആളാണ് പറയുന്നത് ഇത് ഈശ്വരൻ അവതരിച്ചിരിക്കുന്നു, സാക്ഷാൽ ഈശ്വരൻ നമ്മളോടൊപ്പം ഈ കൽക്കട്ടയിലുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രം ആദ്യത്തെ ക്ഷേത്രം കാക്കുർഗാച്ചിയാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ ആദ്യത്തെ ക്ഷേത്ര സങ്കല്പത്തിലുള്ള ക്ഷേത്രം. അവിടെയാണ് പിന്നീട് ശ്രീരാമകൃഷ്ണദേവൻ്റെ ദേഹത്യാഗത്തിന് ശേഷം ആ ചിതാഭസ്മം കുറേ പങ്ക് അവിടെ കൊണ്ടുപോയി രാമചന്ദ്രദത്തയാണ് അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്. അതിൻ്റെ ഒരു ഭാഗമാണ് രാമകൃഷ്ണൻ സ്വാമികൾ എടുത്ത്
ബാരാനഗറിലേക്ക് മാറ്റിയത്. എന്നാലും അതിൻ്റെ പ്രധാനമായ ആദ്യത്തെ ആ പ്രതിഷ്ഠ നടത്തിയത് രാമചന്ദ്ര ദത്തയുടെ കാക്കൂർഗാച്ചിയിലാണ്. വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെയുള്ളവർ അത് അവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെടേണ്ടത് എന്ന് പറയുകയും ചെയ്തു. കാര്യം അതിന് ഏറ്റവും അനുയോജ്യം ഭഗവാന്റെ ചിതാഭസ്മം അല്ലെങ്കിൽ അത് സൂക്ഷിക്കപ്പെടേണ്ട സ്ഥലം എന്ന് പറയുന്നത് കാക്കൂർഗാച്ചിയിൽ രാമചന്ദ്ര ദത്തയുടെ സ്ഥലം തന്നെയാണ് എന്ന്. അതിനകത്ത് യാതൊരു സംശയമില്ല. അത്രയും അനുയോജ്യമായ ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് സർവരും, വിവേകാനന്ദ സ്വാമി ഉൾപ്പെടെ. അത് പക്ഷെ രാമകൃഷ്ണൻ സ്വാമിക്ക് മാത്രം അങ്ങനെ ഒരു താല്പര്യം, അദ്ദേഹത്തിന് അത് പറ്റില്ല, വിട്ടുകൊടുക്കാൻ. അത് എനിക്കും വേണം, എൻ്റെ കയ്യിലും വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ത്യാഗം, ആ മനോഭാവം, അതൊരു സത്യസന്ധം, അല്ലാതെ മറ്റു രീതിയിലല്ല. ശ്രീരാമകൃഷ്ണദേവനോടുള്ള ആ ഭക്തിയുടെ പാരമ്യത കൊണ്ടാണ്. അതുപോലും ആ ചിതാഭസ്മം പോലും കൈവീന്ന് പോകരുത് എന്ന്, അല്ല അത് എൻ്റെ അടുത്ത് വേണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മോഹം. അതാണ് പിന്നീട് കൊണ്ടുപോയി കൃത്യമായി ബാരാനഗറിൽ കൊണ്ടുപോയി പൂജ ചെയ്യുകയും നിവേദ്യങ്ങൾ അർപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും ചെയ്ത രാമകൃഷ്ണൻ സ്വാമികളാണ്. അപ്പോൾ ഇവിടെ അത്രയും പ്രമുഖനായ ഒരു ഭക്തൻ, ഗൃഹസ്ഥ ഭക്തനെ ഈ ഗുരുപൂർണിമാ ദിനത്തിൽ സ്മരിക്കാൻ നമുക്കൊരവസരം, നമ്മൾ ആ അവസരം ഉണ്ടാക്കിയതല്ല, ആ അവസരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുകയായിരുന്നു. ഇന്ന് നമ്മൾ പറയേണ്ടത് ഇത് തന്നെയാണ്. കാരണം ഇതിപ്പോൾ ഗുരുപൂർണിമ അല്ലെങ്കിലും നമ്മൾ ഇതായിരിക്കും എന്ന് പറയുക. അത് നോക്കുമ്പോൾ ഇവിടെ അതേ ബുധനാഴ്ച അതേ ദിവസം രാമചന്ദ്ര ദത്തയെ സ്മരിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരവസരം. രാമചന്ദ്ര ദത്ത എന്തുകൊണ്ടാണ് ഭഗവാനെ സാക്ഷാൽ അവതാരം എന്ന് ആദ്യം പറഞ്ഞതും രാമചന്ദ്ര ദത്തയാണ്. എന്തുകൊണ്ടാണ് അവതാരം എന്ന് ഭഗവാനെ പറഞ്ഞത്? കാരണം ചൈതന്യ ചരിതാമൃതം വായിക്കുകയായിരുന്നു രാമചന്ദ്ര ദത്ത. ശ്രീരാമകൃഷ്ണദേവനെ കാണുന്നതിന് മുമ്പ് തന്നെ ചൈതന്യ ചരിതാമൃതം നിരന്തരം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ പിന്നീടാണ് ഭഗവാനെ കാണുന്നതും ഭഗവാനുമായിട്ട് അടുക്കുന്നതൊക്കെ ചെയ്യുന്നത് പിന്നീടുള്ള രസാകര്യം. ഒരു ദിവസം ദക്ഷിണേശ്വരത്ത് വന്നപ്പോൾ അവിടെ രാത്രി തങ്ങാൻ പറഞ്ഞു ഭഗവാൻ. അന്ന് രാത്രി അവിടെ തങ്ങാൻ പറഞ്ഞു ദക്ഷിണേശ്വരത്ത്. അപ്പോൾ അന്ന് രാത്രി ഇവരൊരുമിച്ചിരിക്കുകയാണ്, രാമചന്ദ്ര ദത്തയും ശ്രീരാമകൃഷ്ണദേവനും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പം രാമചന്ദ്ര ദത്ത ഭഗവാന്റെ കണ്ണിൽ തന്നെ ഇങ്ങനെ നോക്കി, ആ മുഖത്തേക്ക് തന്നെ നോക്കി, ഇങ്ങനെ അതിൽ തന്നെ ശ്രദ്ധയോടുകൂടി ലയിച്ച് ഭഗവാനെ തന്നെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ രാമചന്ദ്ര ദത്ത പറഞ്ഞു, ഞാൻ അങ്ങയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ ചോദിച്ചു, നീ എന്താണ് എന്നെക്കുറിച്ച് കരുതുന്നത്? അപ്പോൾ രാമചന്ദ്ര ദത്ത പറഞ്ഞു, ഞാൻ കരുതുന്നത് അങ്ങ് തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭഗവാന്റെ പുതിയ അവതാരം, അതായത് ഈ കാലത്തെ അവതാരമാണ് അങ്ങ് എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഭൈരവി ബ്രാഹ്മണിയും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് മുമ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് കാരണം, അപ്പോൾ ഇത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരമാണ് എന്ന് രാമചന്ദ്ര ദത്തയ്ക്ക് സമ്പൂർണമായ ബോധ്യം വരികയും ഭഗവാനെ അവതാര വരിഷ്ഠനായി തന്നെ കണ്ട് ആരാധിക്കുകയും ചെയ്ത് അങ്ങനെ നിരന്തരം ദക്ഷിണേശ്വരത്ത് വന്ന് ആ ആരാധന മുന്നോട്ട് കൊണ്ടുപോയ ഒരാളാണ് രാമചന്ദ്ര ദത്ത. അപ്പോൾ രാമചന്ദ്ര ദത്തയുടെ ഈ വിശ്വാസത്തെ ഒരു സന്ദർഭത്തിൽ ഭഗവാൻ ഊട്ടിയുറപ്പിക്കുന്നുണ്ട്. അവതാരമാണ് എന്ന് പറയുന്നിടത്ത് അത് എന്താ, ആ അവതാരമാണ് എന്നുള്ള സത്യം ഊട്ടിയുറപ്പിക്കും രാമചന്ദ്ര ദത്തയിൽ. അതൊരു ചെറിയ ഇൻസിഡൻറ്റ്, ഒരു സംഭവത്തോടു കൂടിയാണ് അത് സംഭവിക്കുന്നത്. ഒരിക്കൽ രാമചന്ദ്ര ദത്ത കുറച്ച് ജിലേബിയും മേടിച്ച് ദക്ഷിണേശ്വരത്തേക്ക് വരുന്ന വഴിയാണ്.
ഇപ്പോൾ ഏതോ ഒരു കുട്ടി ജിലേബി തരുമെന്നോ എന്നാണ്ട് ചോദിച്ചു. ഏതായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ കുട്ടി ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ജിലേബി ഒരെണ്ണം എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ബാക്കി പിന്നെയും കയ്യിൽ വെച്ച് നേരെ ഇങ്ങ് പോരുകയും ചെയ്തു. ദക്ഷിണേശ്വരത്ത് വന്ന് ഇത് ഭഗവാന് നൽകി. പക്ഷെ ഭഗവാൻ അത് തൊടാൻ പറ്റിയില്ല, ആ ജിലേബിയിൽ തൊടാൻ പറ്റിയില്ല. അപ്പം അത് പിന്നെ കാളി മാതാവിന് നിവേദിക്കാൻ വേണ്ടിയാണ് ദക്ഷിണേശ്വരത്ത് അത് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ് ഭഗവാന്റെ കയ്യിലേക്ക് അത് കൊടുക്കുന്നത്. ഇവിടെ കാളിക്ഷേത്രത്തിൽ നിവേദിക്കുന്ന അല്ലെങ്കിൽ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശിച്ചൊക്കെ തന്നെയാണ് അത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ശ്രീരാമകൃഷ്ണദേവൻ്റെ കൊടുത്തത്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവന് അത് തൊടാൻ പറ്റിയില്ല, അതിൽ ആ ജിലേബി എടുക്കാൻ പറ്റിയില്ല. രാമചന്ദ്രദത്ത അന്ന് അത് കൊടുത്തിട്ട് അത് പോവുകയും ചെയ്തു. ഭഗവാൻ അത് എടുത്തില്ല, അത്രയേ ഉള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് രാമചന്ദ്രദത്ത വന്ന സമയത്ത് ഭഗവാൻ രാമചന്ദ്രദത്തയോട് പറഞ്ഞു, ഇനി മുതൽ എന്തെങ്കിലും അമ്മയ്ക്ക് നിവേദിക്കാൻ കൊണ്ടുവരുന്ന വഴി അത് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അത് കൊടുക്കരുത്. അത് അമ്മയ്ക്ക് തന്നെ ആയിരിക്കണം ആദ്യം കൊടുക്കേണ്ടത്. മറ്റാരെങ്കിലും കൊടുത്തതിൻ്റെ ബാക്കിയെടുത്ത് അമ്മയ്ക്ക് കൊടുക്കാനായി നിവേദിക്കരുത്. ഇത് കേട്ടപ്പോഴാണ് രാമചന്ദ്രദത്ത അത്ഭുതപ്പെട്ടു പോയി. കാര്യം ആ കുട്ടിക്ക് കൊടുത്ത കാര്യം രാമചന്ദ്രദത്ത തന്നെ മറന്നുപോയി ഇതിനകം. പക്ഷെ ഭഗവാൻ അതെങ്ങനെ അറിഞ്ഞു? ഇങ്ങനെ വരുന്ന വഴി ഇങ്ങനെ ഒരു ജിലേബി മറ്റൊരാൾക്ക് അതിൻ്റെ ഒരെണ്ണം എടുത്ത് വേറൊരാൾക്ക് കൊടുത്തിരുന്നു എന്ന് എങ്ങനെ ഭഗവാൻ അറിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ രാമചന്ദ്രദത്തയെ സംബന്ധിച്ചിടത്തോളം ആ അവതാരവരിഷ്ഠൻ എന്നുള്ള ആ സങ്കല്പത്തിലേക്ക് രാമചന്ദ്രദത്തയെ അനുനിമിഷം ആ ചിന്തയെ വളർത്തിയെടുക്കുന്ന സന്ദർഭത്തിൽ ഒരു സംശയവും കൂടാതെ അത് ബോധ്യപ്പെടുത്തുന്ന ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് രാമചന്ദ്രദത്തയുടെ ജീവിതത്തിൽ. അത് ഒരുപാടാണ്. അപ്പോൾ നമ്മളിപ്പോൾ രാമചന്ദ്രദത്തയല്ല ഇവിടുത്തെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ 13ാമത്തെ ദിവസം ആണ്. പക്ഷേ മാസ്റ്റർ മഹാശയന് കിട്ടുന്ന വലിയൊരു അനുഭവമാണ് കാക്കുർഗാച്ചിയിൽ രാമചന്ദ്രദത്തയുടെ ഭവന സന്ദർശന സമയത്ത് ഭഗവാനോടൊപ്പം അവിടെ സഞ്ചരിക്കാൻ കഴിയുക അവിടെ എത്താൻ കഴിയുക എന്നുള്ളത്. അതും ഈ അദ്ദേഹത്തിൻ്റെ ഒരു പഠനമാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ആധ്യാത്മിക ബോധത്തെ ഉണർത്തുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇത്രയും സുചിന്തിതമായ രീതിയിൽ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള സംശയത്തിനും ഇട കൊടുക്കാതെ ഭഗവത് സ്വരൂപത്തെ ബോധ്യമാണെങ്കിൽ കൂടെ ഏതൊരു സാധകനും ഏതൊരു ഭക്തനും ഉണ്ടാകാവുന്ന പോലുള്ള സന്ദേഹങ്ങൾ രാമചന്ദ്രദത്തയ്ക്ക് ഉണ്ടായി. അത് മനുഷ്യജന്മത്തിൽ സഹജമാണ്. അത് ഭഗവാനാണോ അല്ലയോ എന്നുള്ള സംശയമല്ല. പക്ഷെ തൻ്റെ ആധ്യാത്മികമായ ആ ആധ്യാത്മിക ജീവിതത്തെ അല്ലെങ്കിൽ ആധ്യാത്മിക സഞ്ചാരത്തെ സംശയിക്കാം. കാര്യം താൻ ഈശ്വരോന്മുഖമായിട്ട് തന്നെയാണോ സഞ്ചരിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈശ്വര ലാഭം ലഭിക്കത്തക്ക രീതിയിലാണോ തൻ്റെ ജീവിതം? ഇതിനുത്തരം കിട്ടുന്നില്ല. തൻ്റെ ജീവിതം അതിന് അനുയോജ്യമാണോ അല്ലെങ്കിൽ തൻ്റെ പ്രവൃത്തികൾ അതിന് അനുയോജ്യമാണോ എന്നുള്ള ഒരു സന്ദേഹം അത് എല്ലാ സാധകനും ഉണ്ടാകും. കാര്യം നമ്മളിങ്ങനെ നിരന്തരം ഈശ്വരാരാധന നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഈ തോന്നലുണ്ട്, നമ്മളൊന്നും ചെയ്തത് കൊണ്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം കിട്ടാൻ സാധ്യതയുണ്ടോ, നമുക്കതിനുള്ള അർഹത വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്നുണ്ടോ, നമുക്കത് സാധിക്കുമോ? അപ്പോൾ നമ്മളിപ്പോൾ ഈ സത്സംഗം തന്നെ അതൊരു വലിയ ഈശ്വര സാധനയാണ്. അപ്പം നമ്മളിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക, എത്രയോ ദിവസങ്ങളായി നമ്മളിത് ആവർത്തിക്കുന്നു. എന്നാൽ ഇത് ഈശ്വര സാക്ഷാത്കാരത്തിലേക്കുള്ള യഥാർത്ഥത്തിൽ
സമ്പൂർണമായും ഇത് ഈശ്വര സാക്ഷാത്കാരത്തിന് സാധ്യമായ ഒരു അൾട്ടിമേറ്റ് ഫങ്ഷനാണോ എന്നുള്ളതാണ് നമുക്ക് സംശയിക്കാൻ. പിന്നെ ഇത്രയും മതിയോ, ഇത് പോരാ, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യാനില്ലേ എന്ന് തോന്നുന്നത്. ഇത് മതി, ഇത്രയും ചെയ്താൽ മതി. ഈ ചെയ്യുന്നതും ഈ ഓർമ്മകൾ മനനം ചെയ്യുന്നതും ഇവരുടെ നാമങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നതും എത്രയോ ഭഗവാന്റെ സഹ ജീവികളായി വന്നിട്ടുള്ള എത്രയോ ഭക്തന്മാരുടെ പേരുകൾ, ആ സന്ദർഭങ്ങൾ എത്ര തവണയാണ് നമ്മൾ ഇങ്ങനെ ഉരുവിടുന്നത്. അപ്പോൾ ഇത് മതി, ഇത് മാത്രം മതി, മറ്റൊന്നും ചെയ്യേണ്ട കാര്യമില്ല. മറ്റു വലിയ കഠിനമായ ഒരു യജ്ഞവും നമ്മൾ ഈ ഒരു തരത്തിലുള്ള സാധനയും ആവശ്യമില്ല. ഇത് മതി. ഈശ്വരനെ സ്മരിക്കാൻ ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങളും സമ്പൂർണമായി ആ ഈശ്വര സ്മരണയിൽ അങ്ങ് വെറുതെ ഇരിക്കുക. അത് ആവർത്തിച്ച് മനനം ചെയ്യുക, ആ സ്മരണ. ഇവിടെ നമുക്ക് രാമചന്ദ്രദത്തയെ നമ്മൾ വായിച്ചിട്ടുണ്ട്, നമ്മൾ ആ കഥ അറിയാം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാം, അതുമായിട്ടുള്ള സന്ദർഭങ്ങളെല്ലാം നമുക്ക് മനസ്സിലുണ്ട്. പക്ഷെ വീണ്ടും 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 നമ്മൾ അത് മനനം ചെയ്യുമ്പോൾ, പുതിയ ഒരു ദിവസം നമ്മൾ വീണ്ടും മനനം ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ആ സന്നിധിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. കാക്കുർഗാച്ചിയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്, രാമചന്ദ്ര ദത്തയോടൊപ്പം എത്തിച്ചേരുകയാണ്, അങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് ഈ ആവർത്തനത്തിന് ഒരു ആവർത്തന വിരസത എന്നുള്ളൊരു വാക്കിന് വചനാമൃതത്തെ സംബന്ധിച്ച് ഒരർത്ഥവുമില്ല. അവിടെ വിരസത ഇല്ല. ആവർത്തനം എന്നുള്ളത് അവിടെ ഉത്കൃഷ്ടമായൊരവസ്ഥയാണ്. അത് എത്ര തവണ ആവർത്തിക്കുന്നു അത്രയും. അപ്പോൾ ഇത് മതിയോ എന്നുള്ള ഈ സംശയം സ്വാഭാവികമായി രാമചന്ദ്രദത്തയ്ക്കും അക്കാലത്തുണ്ടായി, നമുക്കുള്ള പോലെ. അപ്പോൾ ആ സന്ദർഭത്തിൽ രാമചന്ദ്രദത്തയ്ക്ക് തോന്നുന്നു ഒന്നും ശരിയാകുന്നില്ലല്ലോ, അല്ലെങ്കിൽ അല്ലല്ലോ, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ആ വ്യാകുലതയിൽ അവസാനം ഗംഗയിൽ ചാടി ആത്മഹത്യ ചെയ്തേക്കാമെന്ന് വരെ തീരുമാനമെടുക്കുക. ഇനി അതല്ലാതെ സ്വസ്ഥതയില്ല, ഈ ജന്മം കൊണ്ട് ഇനി പ്രയോജനം തന്നെയില്ല, അതുകൊണ്ട് അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം. എത്ര പേരാണല്ലേ ആത്മഹത്യ എന്നുള്ളൊരു പ്രവണതയോടുകൂടി ഭഗവാന്റെ അടുത്ത് എത്തുന്നത്. മാസ്റ്റർ മഹാശയൻ, രാമചന്ദ്രദത്ത, എങ്ങനെ എല്ലാവരും ഇങ്ങനെ ആവർത്തിച്ച് ഈ മേഖലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാസ്റ്റർക്കും അതൊരു വലിയ പാഠമുണ്ട് ഈ ഭാഗം. കാരണം രാമചന്ദ്രദത്തയെ പോലുള്ളത്, കാരണം മാസ്റ്റർ വന്നതും അങ്ങനെയാണല്ലോ, ഒരു ആത്മഹത്യയുടെ വക്കിൽ നിന്നാണല്ലോ ഇവിടെ വന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ രാമചന്ദ്രദത്തയും ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറി. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ ഭഗവാനോട് ഈ സംശയങ്ങൾ ചോദിക്കുകയാണ്. തൻ്റെ ആ നിലപാട് ശരിയാണോ, തൻ്റെ ആ സംശയം ശരിയാണോ, അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ ഒരു മറുപടിയും പറയുന്നില്ല. ഇതിനൊരു പരിഹാരവും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. അത് കൂടുതൽ പ്രശ്നമായി. അപ്പോൾ രാമചന്ദ്രദത്ത പരാതിപ്പെടുന്നുണ്ട് ഭഗവാന്റെ അടുത്ത്. അങ്ങ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയാൽ ഞാൻ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല, ഞാൻ ഇനി വരില്ല, ഞാൻ പോയി എവിടെയെങ്കിലും പോയി ചത്ത് കളയും എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ ഒരു വൈകാരിക ഭാവവും ഇല്ലാതെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ വരാം, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ വരണ്ട, നീ വന്നാലും എനിക്കൊന്നുമില്ല, നീ വന്നില്ലെങ്കിലും എനിക്കൊന്നുമില്ല. അപ്പം അത്രയും ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ പിന്നെ മാസ്റ്റർ രാമചന്ദ്രദത്തയ്ക്ക് വല്ലാത്തൊരു എല്ലാം പിടിവിട്ട പോലെയായി. പക്ഷെ അന്ന് പെട്ടെന്ന് രാമചന്ദ്രദത്ത മനസ്സിൽ ഒരു കാര്യം ആലോചിക്കുക. അത് അവസാനത്തെ പ്രയോഗമാണ്. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമകൃഷ്ണദേവൻ രാമചന്ദ്രദത്തയോട് മുമ്പ് പറഞ്ഞ കാര്യമാണ്, വേറെ ഒന്നും ചെയ്യണ്ട,
ഈശ്വരനാമം മനസ്സിലിങ്ങനെ ചൊല്ലിക്കൊള്ളുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ആലോചിക്കരുത്. ഈശ്വരനാമം ഇങ്ങനെ ജപിച്ചുകൂടാ. അല്ലാതെ ഈശ്വര കഥകൾ ആലോചിച്ച് ആ ഈശ്വരൻ്റെ കഥകളിലെ സംഭവവികാസങ്ങൾ ആലോചിച്ച് അതിലൊക്കെ സംശയങ്ങളുണ്ടാക്കി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും നമ്മുടെ ജോലിയല്ല. ഇപ്പോൾ രാമായണത്തിൽ വായിക്കുമ്പോൾ 10,000 സംശയങ്ങളാണ് നമുക്ക്. ബാലിയെ ഒളിച്ചു നിന്നല്ലേ വന്നത്, സീതയെ കാട്ടിൽ വീഴ്, ഇങ്ങനെ 100,000 ചോദ്യങ്ങൾ. ഇതൊന്നും നമ്മുടെ ജോലിയല്ല. നമുക്ക് അതൊന്നും അന്വേഷിക്കാൻ അവകാശമില്ല. ബാലിയെ കൊല്ലുകയോ കൊല്ലാതിരിക്കുകയോ, സീതയെ കാട്ടിലയക്കുകയോ അയക്കാതിരിക്കുകയോ, ശ്രീരാമൻ തന്നെ കാട്ടിൽ പോവുകയോ പോവാതിരിക്കുകയോ, എന്തും ആയിക്കോട്ടെ, അതൊന്നും വിശകലനം ചെയ്ത് പഠിക്കാൻ നമുക്ക് അവകാശവുമില്ല. അതൊന്നും നമ്മുടെ ജോലിയല്ല. നമുക്ക് ഒരേ ഒരു ജോലിയുള്ളൂ, രാമനാമം ജപിക്കുക. രാമനാമം ജപിച്ചോളുക, വേറൊന്നും ചെയ്യാതിരിക്കുക, വേറൊന്നും ചെയ്യണ്ട. ഇത് തന്നെയാണ് ഭഗവാൻ ഇവിടെ രാമചന്ദ്രദത്തയോട് നേരത്തെ പറഞ്ഞത്. ഇത്തരം സമസ്യകളൊന്നും നീ ആലോചിച്ച് അതിൻ്റെ ഉത്തരങ്ങൾ തേടാനും വലിയ ആധ്യാത്മിക വിഷയങ്ങളെ ചർച്ച ചെയ്യാനും ഇതൊന്നും ഒരു ഭക്തന് ആവശ്യമില്ല. ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്തു. പക്ഷെ അത് ചെയ്താലേ ഇത് ഈശ്വര സാക്ഷാത്കാരത്തിൻ്റെ വഴിയെ എത്തും, അങ്ങനെയൊന്നുമില്ല. അത് ചെയ്തുകൊണ്ട് എത്താനും പോകുന്നില്ല. അതുകൊണ്ട് വളരെ ലളിതമായി ഈശ്വര നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഈശ്വരനെ ഓർത്തുകൊണ്ടിരിക്കുക. ഈശ്വര ലീലകളെക്കുറിച്ച് അന്വേഷിക്കേണ്ട, അതിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് അന്വേഷിക്കാൻ നമ്മൾക്ക് അവകാശമില്ല. നമുക്ക് ഈശ്വര നാമം ജപിക്കാനേ അവകാശമുള്ളൂ. ഇത് രാമചന്ദ്രദത്തയോട് മുമ്പ് പറഞ്ഞതുകൊണ്ട് രാമചന്ദ്രദത്ത എന്നാൽ ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ആ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയുടെ പുറത്തുള്ള ആ വരാന്തയിൽ ചെന്ന് രാത്രി അവിടെ കിടന്ന് നാമം ജപിക്കാൻ തുടങ്ങി. ഏതാണ്ട് അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ഭഗവാൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു. രാമചന്ദ്രദത്ത കിടക്കുന്നതിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഇവിടെ ഭഗവാൻ എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായോ? ഈ ചോദ്യോത്തരങ്ങൾക്കൊന്നും ഭഗവാൻ ഉത്തരം കൊടുക്കാൻ ഭഗവാൻ നിന്നതേയില്ല. അതേസമയം നാമം ജപിച്ചപ്പോൾ അർദ്ധരാത്രിയാണെങ്കിൽ പോലും ഭഗവാൻ സ്വന്തം മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന് ഭക്തനോടൊപ്പം ഇരുന്നു. ആ നാമജപത്തിന് മാത്രമേ ഭഗവാനെ തൊട്ടടുത്തുകൊണ്ടിരുത്താൻ പറ്റുള്ളൂ. എത്ര കൃപയോടുകൂടിയാണ് ശ്രീരാമകൃഷ്ണദേവൻ രാമചന്ദ്രദത്തയുടെ അടുത്ത് വന്നിരുന്നത്. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിലോ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ അതേ ഭഗവാൻ ഇപ്പോൾ വളരെ കൃപാസിന്ധുവായി രാമചന്ദ്രദത്തയുടെ അടുത്ത് വന്നിരുന്ന് രാമചന്ദ്രദത്തയെ ആശ്വസിപ്പിക്കുക. എത്രമാത്രമാണ് ഈശ്വര സാന്നിധ്യം. വേറൊന്നും ചെയ്യണം, നാമജപത്തോട്. വെറുതെ 100,000 ചോദ്യമായിട്ട് വന്നതാണ് പകല്. ഇതൊക്കെ എന്തിനാണ് ഭക്തൻ അന്വേഷിക്കുന്നത്? ഈശ്വരനെ ജപിക്കുക. അപ്പോൾ ഈശ്വരൻ നമ്മുടെ അടുത്ത് വന്നിരിക്കും. നമുക്ക് സംശയവുമില്ല, ഈശ്വരൻ അടുത്ത് വന്നിരിക്കുന്നു. നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഭഗവാൻ രാമചന്ദ്രദത്തയിലൂടെ നമ്മയും, അല്ലെങ്കിൽ രാമചന്ദ്രദത്തയും പിന്നെ മാസ്റ്റർ മഹാശയനെയൊക്കെ ഈ സന്ദർഭത്തിൽ പഠിപ്പിച്ചത്. ഈ രാമചന്ദ്രദത്ത കാക്കൂർഗാച്ചിയിലെ വീട് മേടിക്കാൻ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ആ സ്ഥലം മേടിക്കാൻ തീരുമാനിക്കുന്നത് രസകരമായ അനുഭവം. കാരണം പിന്നീട് ഈ നാമജപം ശക്തിയായി. ഇവിടെ ദക്ഷിണേശ്വരത്ത് ഈ അനുഭവം വന്നേ പിന്നെ രാമചന്ദ്രദത്ത മറ്റെല്ലാം മറന്നു. ഭഗവത് നാമം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഭഗവത് നാമം ചൊല്ലുകയും ഭഗവാനെക്കുറിച്ചുള്ള സംഭാഷണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക. ഭഗവാന്റെ ആ സംഭാഷണങ്ങളും ഭഗവാന്റെ അനുഭവങ്ങളും എല്ലാം ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി. അപ്പോൾ ചിലപ്പോൾ രാത്രി വളരെ വൈകി ഈ ഉറച്ച് ഭജന പാടും.
ഇപ്പം കൽക്കട്ട പോലെ സിമൂലിയ പോലുള്ള തിരക്കുള്ള ഒരു നഗരമധ്യത്തിലെ ഒരു വീട്ടിലിരുന്നു കൊണ്ട് രാത്രി എണീറ്റിരുന്ന് ഇതുപോലെ ഉറക്ക ഭജന പാടിയാൽ അടുത്തുള്ള ആളുകൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. അവരും വിചാരിച്ചു അവർക്കാകെ പ്രശ്നമായി, ഇതെന്താണ് ഒരാൾ ചുമ്മാ രാത്രി ഉറങ്ങുകയില്ല, നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇയാളോട് വലിയ പരാതിയായി നാട്ടിലുള്ളവർക്കൊക്കെ. ആ സിമൂലിയയിലുള്ള സമീപ അയൽവാസികളെല്ലാം വലിയ പരാതിയുമായിരുന്നു. അപ്പോൾ അവസാനം രാമചന്ദ്രദത്തയ്ക്ക് അവിടെ വീട്ടിലിരിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്, പരാതി കാരണം. അപ്പോൾ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ അതിന് പറഞ്ഞ മറുപടി, ഒരു 100 പേരെ കൊന്നാലും പുറത്തറിയരുത്, അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. ഭഗവാന്റെ ഒരു ഉദാഹരണം. അല്ലെങ്കിൽ 100 പേരെ കൊന്നാലും പുറത്തറിയാൻ പാടില്ല, അത്രയ്ക്ക് ഗൂഢമായൊരു സ്ഥലം കണ്ടുപിടിക്കണം. എന്നിട്ട് അവിടെ പോയി നീ സ്വസ്ഥമായിരുന്ന് നാമം ജപിക്കുകയോ താമസിക്കുകയോ എന്ത് വേണം ചെയ്തു. അങ്ങനെയാണ് സുരേന്ദ്രനാഥ മിത്രയുടെ ഒരു എസ്റ്റേറ്റ് ഇതിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ സുരേന്ദ്രനാഥ മിത്രയുടെ സഹായത്തോടു കൂടിയാണ് കാക്കുർഗാച്ചിയിലെ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്. അങ്ങനെ അവിടെ വന്ന് വേണ്ട ഈ സാധനയ്ക്കുള്ള സ്ഥലമാക്കി മാറ്റുക. അവിടേക്കാണ് ആ സ്ഥലം കണ്ടുപിടിച്ച് അതൊരു സാധനയ്ക്ക് പറ്റിയ സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ട ശേഷം അവിടേക്കാണ് ആദ്യമായി ശ്രീരാമകൃഷ്ണദേവനെ ക്ഷണിച്ചുകൊണ്ട് വരുന്ന ഭാഗമാണ് ഇന്ന് നമ്മുടെ ഈ ദിവസത്തെ ഭജനാമൃതത്തിൽ, അതായത് മാസ്റ്റർ മഹാശയൻ്റെ 13ാം ദിവസത്തെ സംഭവമായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് മണിലാൽ മല്ലികനും ഒക്കെ ഒരുമിച്ച് ഇവിടെ വരുന്നതായിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ ഭഗവാൻ അവിടെ വണ്ടിയിൽ വന്ന് ഇറങ്ങി, ഭജനാമൃതത്തിലുള്ള ഭാഗമാണ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഈ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. രാമനും മുതലായ ഭക്തന്മാരുടെ കൂടെ ആദ്യം തുളസി വനം, അവിടെ കുറേ തുളസി നട്ടിരിക്കുന്നൊരു സ്ഥലമുണ്ട്. ആ പറമ്പിൽ ധാരാളം തുളസി നട്ട് വളർത്തിയ ഒരു സ്ഥലമുണ്ട്. തുളസി വളർന്നു നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ അവിടേക്ക് ചെല്ലുകയാണ്, ആ തുളസി ഇട്ടിരുന്ന ആ ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഭഗവാൻ അവിടെ ചെന്ന വഴി തന്നെ സമാധിസ്ഥനായി പോയി. ഭഗവാൻ അവിടെ ഇരുന്നു, ഒരു സമാധിസ്ഥനായിപ്പോയി. പിന്നീട് ആ സ്ഥലത്തിന്, ആ ഭാഗത്ത് ആണ് പിന്നീട് രാമചന്ദ്രദത്ത ഭഗവാന്റെ ആ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത് ആ സ്ഥലമാണ്. ഈ ഭഗവാൻ ആദ്യമായി വന്നിരുന്ന് അവിടെ ആ സമാധി അവസ്ഥയിൽ ഇരുന്ന ആ സ്ഥലത്ത്, ആ തുളസി അവിടെയാണ് പിന്നീട് ഭഗവാന്റെ ക്ഷേത്രം പിന്നീട് അവിടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. ഭഗവാൻ അവിടെ വന്ന സമയത്ത് ഒരു മാവിൽ നിന്ന് ഒരു മാമ്പഴം കഴിച്ചു. അതോടുകൂടി ആ മാവ് ഇരിക്കുന്ന ആ സ്ഥലത്തിന്, ആ മാവിന് രാമകൃഷ്ണ ഭോഗ് എന്നാണ് ആ മാവിന് പിന്നീട് പേരിട്ടു. അത് കഴിഞ്ഞ് ശ്രീരാമകൃഷ്ണദേവൻ കൈ കഴുകിയ സ്ഥലം, ഇത് പ്രസാദം കഴിക്കുന്നതിന് മറ്റുമൊക്കെ, അപ്പോൾ അതിനു മുമ്പ് കൈ കഴുകിയ സ്ഥലം, ആ കൈ കഴുകിയ കുളം, ആ കുളത്തിന് രാമകൃഷ്ണ കുണ്ട് എന്നാണ് പേരിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ പിന്നീടാണ് പഞ്ചവടി, ദക്ഷിണേശ്വരത്തുള്ള പഞ്ചവടി പോലെ തന്നെ അവിടെയും വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് പഞ്ചവടി അവിടെ നട്ടു വളർത്തി. പഞ്ചവടി എന്ന പേരിൽ തന്നെ അവിടെ ഒരു 5 വൃക്ഷങ്ങൾ നട്ട് അങ്ങനെ അവിടെ അത് വളർത്തി. അങ്ങനെ മൊത്തത്തിൽ കാക്കുർഗാച്ചി എന്ന് പറയുന്ന ആ ഗാർഡൻ ഹൗസിന് ചുറ്റുമുള്ള പ്രദേശം മുഴുവനും ഏറ്റവും അനുയോജ്യമായ തരത്തിൽ ഒരു ആധ്യാത്മിക അന്തരീക്ഷം വളർത്തിയെടുക്കാൻ രാമചന്ദ്രദത്തയ്ക്ക് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഭഗവാന്റെ ആ സന്ദർശനത്തിൻ്റെ പ്രത്യേകതയുള്ള സ്ഥലവും കൂടിയാണ്. ഇന്നും നമുക്ക് കൽക്കട്ടയിൽ നമ്മൾ അവിടെ സന്ദർശിക്കുന്ന ഭഗവാന്റെ എല്ലാ ഭക്തന്മാരും അവശ്യം പോയി സന്ദർശിക്കേണ്ട ഒരു ആശ്രമമാണ് കാക്കുർഗാച്ചി ആശ്രമം. ഇന്നും അതൊക്കെ അവിടെ അതേപോലെ തന്നെ എന്താണോ ഭഗവാൻ ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം തന്നെ അതേപോലെ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്നും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഭഗവാൻ ഇന്നിപ്പോൾ ഈ പറഞ്ഞ
ഡിസംബർ 26 ബുധനാഴ്ച ഭഗവാൻ അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴുണ്ടായ സന്ദർഭങ്ങളുടെ അനുഭവം ഇന്നും അവിടെ ചെല്ലുന്ന നമുക്കത് അനുഭവിക്കാൻ പറ്റും. മാത്രമല്ല അവിടെ ചെല്ലണം, എല്ലാ ഭക്തന്മാരും അവിടെ ചെല്ലണം, എങ്കിലേ രാമചന്ദ്രദത്തയുടെ ആത്മാവിനൊരു മോക്ഷപ്രാപ്തി കിട്ടും, അല്ലെങ്കിൽ ഒരു ആത്മാവിൻ്റെ ലക്ഷ്യം പ്രാപിക്കൂ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രാമചന്ദ്രദത്ത തൻ്റെ വസ്യത്തിൽ എഴുതി വച്ചിരുന്ന ഒരു കാര്യം, എൻ്റെ മരണശേഷം എൻ്റെ ചിതാഭസ്മം കാക്കുർഗാച്ചിയിലെ ആ ഉദ്യാനഗൃഹത്തിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ നടപ്പാത, ആ ഗേറ്റ് കടന്നാലുടനുള്ള നടപ്പാതയുടെ അടിയിൽ കുഴിച്ചിടണം. ഇതാണ് മക്കളോട് പറഞ്ഞിരുന്നത്. എന്തിനെന്ന് വെച്ചാൽ ഇനി വരുന്ന കാലാകാലങ്ങളായി ഇനി വരുന്ന എല്ലാ ശ്രീരാമകൃഷ്ണ ഭക്തന്മാരുടെയും കാലടികൾ എൻ്റെ ആ ചിതാഭസ്മം കിടക്കുന്ന മണ്ണിൽ പതിയണം, അവരുടെ ചവിട്ടേക്കണം ഞാൻ. അതാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഭക്തൻ്റെ പാദരേണുവിൻ്റെ രേണു എന്ന് പറയുന്നത്, പാദരേണുവിൻ്റെ ദാസൻ എന്ന് പറയുന്നത്. ഭക്തൻ്റെ പാദരേണുവിൻ്റെ ദാസൻ, അത് അക്ഷരം പ്രതി തൻ്റെ ജീവിതത്തിൽ ഉടനീളം പാലിക്കുക മാത്രമല്ല മരണശേഷവും ആ അവസ്ഥ നിലനിർത്താൻ കാക്കുർഗാച്ചിയിലേക്കുള്ള ആ പ്രവേശന ദ്വാരത്തിൽ, ആ പ്രവേശന കവാടത്തിൻ്റെ താഴെ ചിതാഭസ്മം കുഴിച്ചിട്ട്, അപ്പോൾ അതിലൂടെ നടന്നു പോകുന്ന ഓരോ ഭക്തനാകാനും നമുക്ക് കഴിയുമ്പോൾ നമ്മളെല്ലാം തന്നെ ആ കർമ്മം നിർവഹിക്കപ്പെടുന്നു. രാമചന്ദ്രദത്ത എന്താണോ പ്രതീക്ഷിച്ചത് ആ കർമ്മം നിർവഹിക്കാൻ നമ്മളും അതിനു മുകളിലൂടെ നടന്നു പോവുകയാണ്. അത്രയും സാത്വികമായ ഒരവസ്ഥ കാക്കുർഗാച്ചിക്കുണ്ട്. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞു വരുമ്പോൾ അവിടുത്തെ ഒരു വൈകാരികമായി വലിയ ഒരു 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 ഭാഗമാണ് ഈ കാക്കുർഗാച്ചി എന്ന് പറയുന്നത്. രാമചന്ദ്രദത്തയെ സംബന്ധിച്ച് പിന്നെയും പ്രത്യേകതയുണ്ട്. രാമചന്ദ്രദത്തയാണ് ആദ്യമായിട്ട് 1885 ഭഗവാന്റെ, കേശവചന്ദ്രസേനൻ അതിനു മുമ്പ് 75 എഴുതിയിട്ടുണ്ട്. പക്ഷേ ഒരു 10 കൊല്ലം കഴിഞ്ഞ് പിന്നീട് ഭഗവാന്റെ ഉപദേശങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തകം പിന്നീട് ഇറക്കുന്നത് രാമചന്ദ്രദത്തയാണ്. അത് 1885 ഭഗവാന്റെ ദേഹത്യാഗത്തിന് ഒരു വർഷം മുമ്പ്. അത് തത്വസാര എന്നുള്ള പേരിൽ ഭഗവാന്റെ ഉപദേശങ്ങൾ ഇറക്കി. അപ്പം അന്ന് ഇത് ഇങ്ങനൊരു പുസ്തകം ഇറക്കിയ സന്ദർഭത്തിൽ മറ്റ് ഭക്തന്മാരെല്ലാം ഭഗവാനോട് വന്ന് ഇത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ രാമചന്ദ്രദത്ത ഇങ്ങനെ ഇതൊക്കെ കൂടെ ഭഗവാന്റെ ഉപദേശങ്ങളെല്ലാം കൂടെ ഇത് ചെയ്തുകൊണ്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേരത് പരാതി പോലെയാണ് പറഞ്ഞത്, കാര്യം ഇങ്ങനെയൊക്കെ പുസ്തകമൊക്കെ അടിച്ചിറക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഭഗവാൻ രാമചന്ദ്രദത്തയെ വിളിച്ച് ചോദിച്ചു എന്താണ് എന്ന് വെച്ചാൽ ഭഗവാന്റെ മുമ്പിൽ രാമചന്ദ്രദത്ത അത് വായിച്ചു കേൾപ്പിച്ചു, തൻ്റെ ആ ഉപദേശാമൃതം വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ ഭഗവാൻ അത് ഇഷ്ടപ്പെട്ടു, അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല, നന്നായിരിക്കുന്നു. പക്ഷെ രാമചന്ദ്രദത്തയുടെ മറ്റൊരു ഉദ്ദേശം ഭഗവാന്റെ ജീവചരിത്രം കൂടെ എഴുതുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എൻ്റെ ജീവചരിത്രം നീ എഴുതുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യരുത് ഇപ്പോൾ, ഞാനിവിടെ ഉള്ളപ്പോൾ. കാരണം അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടാൽ പിന്നെ ഈ ശരീരം നിലനിൽക്കില്ല, അതുകൊണ്ട് നീ അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതുകൊണ്ട് രാമചന്ദ്രദത്ത അത് എഴുതിയില്ല. പിന്നീട് ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം, മഹാസമാധിക്ക് ശേഷമാണ് ശ്രീ രാമകൃഷ്ണ പരമഹംസർ ജീവൻ വൃത്താന്ത എന്ന പേരിൽ, ശ്രീ രാമകൃഷ്ണ പരമഹംസർ ജീവൻ വൃത്താന്ത എന്ന പേരിൽ ഭഗവാന്റെ ജീവചരിത്രം ആദ്യമായി പിന്നെ എഴുതുന്നത് രാമചന്ദ്രദത്തയാണ്. നേരത്തെ എഴുതിയ തത്വസാരയിലുള്ള ഉപദേശങ്ങളെ ഒന്നുകൂടെ പരിഷ്കരിച്ചുകൊണ്ട് തത്വപ്രകാശിക എന്ന പേരിലും ഒരു പുസ്തകം ഇറക്കി.
രാമചന്ദ്രദത്ത ഈ തരത്തിൽ ഭഗവാന്റെ ആ ഭഗവത് മഹിമയെ പൊതുസമൂഹത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ട്, മാത്രമല്ല ഒരു മാസികയും തുടങ്ങി. തത്വമഞ്ജരി എന്ന പേരിൽ ഒരു മാസികയും തുടങ്ങി. അതിൽ ഭഗവാനെ കുറിച്ചാണ് ആ തത്വമഞ്ജരി എന്ന മാസികയിൽ പൂർണ്ണമായും ഭഗവാന്റെ വിശേഷങ്ങൾ മാത്രം എഴുതുന്ന ഒരു. അതോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ പോലെ കൽക്കട്ടയിലെ ഏറ്റവും പ്രഗത്ഭമായ തിയേറ്ററുകൾ വാടകയ്ക്കെടുത്തിട്ട് അവിടെ മിക്ക ദിവസങ്ങളിലും പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു, ഭഗവാനെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ സംഘടിപ്പിച്ചു. അപ്പം ആ ജീവിതം മുഴുവനും ഈ തരത്തിൽ ഭഗവത് കൃപയ്ക്ക് വേണ്ടി സമർപ്പിതമായി എന്ന് പറഞ്ഞാൽ 100% ആ ജീവിതം സമർപ്പിക്കപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് രാമചന്ദ്രദത്തയുടെ അവസാന കാലമൊക്കെ ആയപ്പോഴേക്കും തീരെ വയ്യാതെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അന്ന് നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, വിശ്വവിജയിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിക്കാഗോ സമ്മേളനത്തിൻ്റെ പ്രസംഗങ്ങളും അതിനോടനുബന്ധിച്ചുണ്ടായ ഒട്ടനവധി വിദേശ പര്യടനങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ലോകം മുഴുവനും ആ സന്യാസി വൈദ്യൻ ഏറ്റവും കൂടുതൽ ഭഗവത് മഹിമ, ഹൈന്ദവ തത്വങ്ങളെ ഇത്രമേൽ പ്രചരിപ്പിച്ചുകൊണ്ട് സ്വാമിജിയുടെ ആ നാമം ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇരിക്കുന്ന ആ അവസ്ഥയിലാണ് സ്വാമിജി രാമചന്ദ്രദത്തയെ കാണാൻ വീട്ടിലേക്ക് വരുന്നത്, രാമചന്ദ്രദത്തയുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പം തീരെ സുഖമില്ലാതിരിക്കുന്ന, ഇപ്പം രാമചന്ദ്രദത്ത വീട്ടിൽ വന്നപ്പോൾ രാമചന്ദ്രദത്തയുടെ ഒരു പ്രതികരണം ഈ സ്വാമിജിയെ കണ്ടപ്പോൾ ഒരിക്കലും ഇതുപോലെ ഒരു വിശ്വവിജയിയായി മാറിയ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ സന്യാസി, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സന്യാസി, ഭാരതപുത്രൻ, അങ്ങനെ ഒരാളാണ് മുമ്പിൽ കയറി വന്നിരിക്കുന്നത്. ഒരിക്കലും രാമചന്ദ്രദത്തയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല, സ്വാമിജി അങ്ങനെ തന്നെ കാണാനായിട്ട് തൻ്റെ വീട്ടിലേക്ക് വരുമെന്ന്. യഥാർത്ഥത്തിൽ രാമചന്ദ്രദത്തയും സ്വാമിജിയും കസിൻസാണ്, ഒരേ കുടുംബത്തിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് രാമചന്ദ്രദത്ത സ്വാമിജി വന്നപ്പോൾ സ്വാമിജിയോട് പറഞ്ഞു, നീ ഞങ്ങളുടെ പഴയ ബിലയെ തന്നെയാണ് ഇപ്പോഴും. എന്താ ബോധ്യം എനിക്ക് വന്നു, നീ ഞങ്ങളുടെ പഴയ ബിലയെ തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടായില്ല. അത് അത്രയും കണ്ണു നിറഞ്ഞുകൊണ്ടാണ് രാമചന്ദ്രദത്ത സ്വാമിജിയോട് അത് പറയുന്നത്. അത്രമേൽ ഒരു ഉത്കൃഷ്ടമായ ഒരു ജീവിതം, ഭഗവാന്റെ സ്മരണയിലും ഭഗവത് ഭക്തിയിലും സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം. ഈ ഗുരുപൂർണിമ ദിവസത്തിൽ നമുക്ക് ഓർക്കാൻ ഇതിൽ പരം വലിയൊരു പുണ്യാത്മാവില്ല. ഇതിൽ പരം മറ്റൊരു പുണ്യാത്മാവിനെ നമുക്ക് ശ്രീരാമകൃഷ്ണ ചരിതം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ വചനാമൃതം വായിക്കുമ്പോഴോ നമുക്ക് ഇതിൽ പരം പുണ്യാത്മാവായ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കണ്ടെത്താൻ പോലും പറ്റില്ല. അത്രമേലാണ് ഇത്. ഈ ഒരു സാന്നിധ്യമാണ് മാസ്റ്റർ മഹാശയനെ ഈ 26-ാം തീയതി തൻ്റെ 13ാമത്തെ ദിവസം ഈ ഒരു സാന്നിധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാന്റെ സംഭാഷണങ്ങൾ കേൾക്കാനും ആ അനുഭവം പങ്കിടാനും അത് നമുക്കായി പകർത്തി വെക്കാനും അത് നമ്മളിവിടെ ഈ 18ാം ഭാഗത്തിൽ അധ്യായം 1 നമ്മൾക്കതിപ്പോൾ ഈ ഗുരുപൂർണിമ ദിവസത്തിൽ വായിക്കാനും ഉണ്ടായ ആ സൗഭാഗ്യം, അത് ഭഗവാൻ നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമായി നമ്മളത് കാണുക. എല്ലാവർക്കും ആ അനുഗ്രഹം, ആ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനെ ഈ അവസരത്തിൽ സ്മരിക്കാനുണ്ടായ ഭാഗ്യം ഭഗവാൻ നമുക്ക് നൽകിയ ഒരു അവസരമായി ഈ ഗുരുപൂർണിമ ദിവസത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായി കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത ദിവസം വീണ്ടും നമുക്ക് 14-ാം ദിവസത്തിലേക്ക് പോകാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ. നമസ്തേ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. അത്
അതായത് ജയ് ശ്രീരാമകൃഷ്ണ എന്നുള്ള ആദ്യം ചൊല്ലുന്നത് രാമചന്ദ്രദത്തയാണ്. ജയ് ശ്രീരാമകൃഷ്ണ എന്നുള്ള വാക്ക് ആദ്യം, ആ നാമം ആ തരത്തിൽ പ്രകീർത്തിക്കുന്ന ആദ്യത്തെ വ്യക്തിയും രാമചന്ദ്രൻ. അതൊരു രസം, അതല്ല, അത് അതിൻ്റെ ഒരു സന്ദർഭമുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് വിട്ടുപോയതാണ്, പെട്ടെന്നാണ് ഇപ്പോഴാണ് ഓർത്തത് അത്. അതായത് ഒരു കാളി പൂജ 85-ലെ കാളി പൂജ സമയത്തെങ്ങാണ്ടാണ് രാമചന്ദ്രദത്ത ഒരു കാളി പൂജ ചെയ്യാനായിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ട് കാളി പൂജ ചെയ്യിക്കാനായിട്ടൊരു ശ്രമം നടത്തി. അത് ഇവിടെ ശാംപുക്കൂറിൽ വെച്ചാണ്. ശാംപുക്കൂറിൽ ചികിത്സയ്ക്ക് താമസിക്കുന്ന സന്ദർഭത്തിലാണ് ശ്രീരാമകൃഷ്ണദേവനെ കൊണ്ട് കാളി പൂജ ചെയ്യിക്കാം. ആ ഒരു കാളി പൂജ അവിടെ ചെയ്യുക. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ സാന്നിധ്യത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ കാളി പൂജ ചെയ്യുന്നു, നമുക്കെല്ലാവർക്കും കൂടെ ഒന്നിച്ചിരിക്കാമെന്നും പറഞ്ഞ് ഗിരീഷ് ചന്ദ്ര ഘോഷിനെയും എല്ലാം വിളിച്ചു കൂട്ടി ഭക്തന്മാരെല്ലാം കൂടെ വന്നിരുന്ന് പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നിവേദ്യങ്ങളൊക്കെ വെച്ച് ശാംപുക്കൂറിൽ വെച്ച് ഇതിനൊരു അവസരമൊരുക്കി. പക്ഷെ അവിടെ വെച്ച് ഈ അവസരം ഒരുക്കിയ സമയത്ത് രാമചന്ദ്രദത്തയാണ് പറഞ്ഞത്, നമുക്ക് കാളിയെ വേണ്ട, നമുക്ക് ഭഗവാനെ പൂജിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് ഗിരീഷ് ചന്ദ്ര ഘോഷിനോട് ചെവിയിൽ പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് ജയ് ശ്രീരാമകൃഷ്ണ എന്നുള്ള ആ നാമം ജപിച്ചുകൊണ്ട് ആദ്യം ശ്രീരാമകൃഷ്ണദേവനെ പൂജിക്കുന്നത് അവിടെ വെച്ചാണ്. ഈശ്വര സങ്കല്പത്തിൽ ഇരുത്തി കാളി പൂജയ്ക്ക് പകരം ജയ് ശ്രീരാമകൃഷ്ണ. അങ്ങനെ ആദ്യത്തെ ജയ് ശ്രീരാമകൃഷ്ണ എന്നുള്ള ആ ഭഗവാനെ സശരീരത്തോടു കൂടി പൂജിക്കാനുണ്ടായൊരു ഭാഗ്യം കൂടെ രാമചന്ദ്രദത്തെ പോലൊരു ഭക്തനാണ് ഉണ്ടായത്, നേതൃത്വം കൊടുത്തത്. അത് ഞാൻ ഈ ഓർത്തില്ല, പെട്ടെന്ന് ഇപ്പം പറഞ്ഞപ്പോൾ ഇപ്പം പെട്ടെന്നാണ് അത് ഓർത്തത്. അപ്പം അത് പറയാതിരിക്കാൻ പറ്റില്ല. ജയ് ശ്രീരാമകൃഷ്ണ. കാണണ്ട. അതെ, കാണേണ്ടതാണ്. നമ്മൾ അവിടെ പോയി തീർച്ചയായിട്ടും സന്ദർശിക്കണ്ട. ഉണ്ട്, അതെ. ചിതാഭസ്മം. അതെ. അതുണ്ട്. അതെ. അതെ. ആ ഇന്നത്തെ ദിവസം അത് വന്നത് വളരെ യാദൃച്ഛികമായിരുന്നു. അതെ. നാമം ജപിക്കാം. നമസ്കാരം.